നമ്മളെ മൂന്നാർ, വയനാട് അതേപോലത്തെ ക്ലൈമറ്റ്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്, കാരണം സമ്മർ കഴിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ നൈറ്റ് നല്ല തണുപ്പുമാണ്. പക്ഷെ നോക്കൂ, ഓ ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഓ ബ്യൂട്ടിഫുൾ. നോക്കൂ, ഇപ്പം ഞാൻ നിൽക്കണത് ഒരു എയർപിൻ, അതും ഒരു ബ്രിഡ്ജ് പോലെയാണ്. സാധാ നമ്മളെ നാട്ടിലുള്ള അതേപോലെ അതല്ല, അടിയിൽ നിന്ന് നല്ല സ്ട്രെങ്ത്തുള്ള പില്ലേഴ്സ് വെച്ചിട്ടുള്ള ബ്രിഡ്ജിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, കാറുകളൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിപ്പോൾ. ഞാൻ ഇന്നലെ മോണ്ടിനീഗ്രോ എത്തിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നലെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ലണ്ടൻ കോൺവാളിൽ നിന്ന് തന്നെ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ലണ്ടനിലെത്തി. സ്റ്റാൻഡിൽ നിന്ന് നേരെ മോണ്ടിനീഗ്രോയിലേക്കാണ് വന്നത്. അപ്പോൾ അത്രയും ടയേർഡായതുകൊണ്ട് ഒന്നും വീഡിയോസ് ഒന്നും, പിന്നെ ഏകദേശം ലൈറ്റൊക്കെ പോയി നൈറ്റ് ആയിരുന്നു ഓൾറെഡി. പിന്നെ ഞാൻ റെൻറ്റിനൊരു കാർ എടുത്തു, booking.com നിന്ന് കാർ എടുത്തു. അതേപോലെ ഒരു സ്റ്റേയും അറേഞ്ച് ചെയ്തു. അതിന് പണി വാളിയെന്ന് വിചാരിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ എന്താ കാരണം അവിടെ കുറേ നേരം, ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് 5:30 എത്തിയത്. പക്ഷെ ആ സമയത്ത് ഈ കാറിൻ്റെ ആൾക്കാർ വന്നിരുന്നു പിക്ക് ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ 6:00 ടൈം കൊടുത്തത്, ഷെഡ്യൂൾഡ് ടൈമാണ്. പക്ഷേ പോലെ ഫ്ലൈറ്റിൻ്റെ ഇത് നോക്കിയിട്ട് ഓൾറെഡി വന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ബ്രിഡ്ജ് കുലുങ്ങുന്നുണ്ട് കേട്ടോ, അത്രയും വലിയൊരു വണ്ടിയാണ് പോയത്. ബ്രിഡ്ജൊക്കെ കുലുങ്ങി. അങ്ങനെ ഓല് വന്നു, പക്ഷെ ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു 6:30 വരെ. പക്ഷെ ഓല് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 6:30 കഴിഞ്ഞിട്ടും ഞങ്ങൾ ആരും കാണാത്തത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് സ്കാമാണ്. അത് എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഓൾറെഡി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുറേ ഇതുണ്ട്, റെൻ്റൽ കാർസിൻ്റെ ടീംസ് ഉണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരിങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പം അവിടുത്തെ ടാക്സിക്കാരാണ്. ടാക്സി വേണോ എന്ന് ചോദിച്ചു. ആ ഒരു ടാക്സിക്കാരൻ പറഞ്ഞു, നിങ്ങളേത് റെൻറ്റിലാണ് ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സർപ്രൈസ്. അപ്പോൾ കോമഡി ആക്കിയിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞു. ഏത് നമ്മളെ പറ്റിച്ചാണെന്നുള്ള, booking.com പറ്റിച്ചാണ്, സ്കാമാണ്. കാരണം അവർ ഡെപ്പോസിറ്റ് നല്ല രീതിയിൽ പിടിച്ച് ആ ഡെപ്പോസിറ്റിനെ തിരിച്ചു തരില്ല എന്നുള്ളതിൽ അവരങ്ങനെ പറഞ്ഞു. പിന്നെ അവൻ്റെ ബ്രദറിന് റെൻ്റൽ കമ്പനി ഉണ്ട്. 1 ഡേക്ക് എങ്ങനെ ആയാലും 40 യൂറോ എന്തായാലും വരും 1 ഡേക്ക്. ഞങ്ങൾ ടോട്ടൽ 5 ഡേയ്സിന് 30 യൂറോ ആകെ കൊടുത്തിട്ടുള്ളൂ booking.com. പിന്നെ ഇൻഷുറൻസ് ഒരു 35 ഫുൾ കവർ. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അത് സ്കാമാണ്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ പൈസയും കിട്ടില്ല. പിന്നെ നിങ്ങൾ അഥവാറ്റ അവർ വന്ന് കൂട്ടി കൊണ്ടുപോയാൽ പോലും ഈ സംഭവം സ്കാമായിരിക്കും. നിങ്ങളുടെ അടുത്തുനിന്ന് 1000 പൗണ്ട് എന്തായാലും അവർ ഡെപ്പോസിറ്റ് ആയിട്ട് പിടിച്ചു വെക്കും, പിന്നെ അത് തിരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു മെൻറ്റാലിറ്റിയിൽ അവരിങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ പേടിച്ചിട്ട് കുറച്ചേ വീണ്ടും ഉള്ളിലേക്ക് പോയി ഒരു കാർ റെൻ്റൽ ടീമിനായിട്ട് സംസാരിച്ച് അവരോട് ഞാൻ ഫോൺ തരുവെച്ചു. എനിക്ക് കോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നെറ്റ് കിട്ടും. ഞാൻ കാരണം ഈ സിം എടുത്തിട്ട് നെറ്റ് മാത്രമേ റീചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കോൾ ചെയ്യാൻ ഒരു ഫോൺ മേടിച്ച് അവർ ഹെൽപ്പ് ചെയ്തിട്ട്, നല്ല ആൾക്കാരുടെ ഇവിടെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് എല്ലാവരും തരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് കോൾ ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ വരാൻ തന്നെ. ഓൾറെഡി ഞങ്ങൾ വന്നായിരുന്നു, അപ്പോൾ നിങ്ങളെ കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, അയാൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റൊന്നും ആയിട്ടില്ല, അതിന് മുന്നേ അവർ വന്നു, പിക്ക് ചെയ്തു, പോയി നേരെ കാർ റെൻ്റിൻ്റെ ഓഫീസിലേക്ക് പോയി. അത് പുറത്താട്ടോ, മറ്റേതൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് എടുക്കാം. ഇത് അവൻ നേരെ പുറത്ത് ഒരു 5 മിനിറ്റ് ഇല്ല അതിന് മുന്നേ പുറത്ത്. പക്ഷേ ഇഷ്ടം പോലെ അവൻ്റെ അടുത്ത് കാറുണ്ട് കേട്ടോ, എല്ലാ കാറുകളും ഉണ്ട്. അവൻ നേരെ കൊണ്ടുപോയി ഓഫീസിൽ പോയി പേപ്പർ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളോട് ചോദിച്ച് ഡെപ്പോസിറ്റ് തരണം. അത് 1200 യൂറോസിൻ്റെ ഡെപ്പോസിറ്റും ഉണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻഷുറൻസ്, അത് ഫുൾ കവർ ചെയ്താൽ എത്ര 60 യൂറോസാണ്. അത് ഫുൾ കവർ ചെയ്താൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം വണ്ടി ഫുള്ളി ഇൻഷുർഡ് ആവും. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തായിരുന്നു 35 വണ്ടി, അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. booking.com വഴി അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അവൻ്റെ നിന്ന് എടുത്തു ഫുൾ കവർ. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡെപ്പോസിറ്റ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ ഞങ്ങൾ അത് ചെയ്തു.
പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ഇത് വേണം, ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ഒന്നും പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടേ ഒരു ഡെപ്പോസിറ്റ് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് ചെയ്തു. നേരെ അവൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇൻഷുറൻസ് കവർ ചെയ്തു, ഫുൾ കവർ എടുത്തു. പിന്നെ ഒരു കുഴപ്പമില്ല. ഇനി എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അത് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. പിന്നെ ഒരു 35 പൗണ്ട് എക്സ്ട്രയും കൂടി വന്നു. എന്തിനറിയാം, ബോർഡർ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ. ഞങ്ങൾ മോണ്ടിനെഗ്രോ മാത്രമല്ല അൽബേനിയയും കൂടി കവർ ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ അതെടുത്തു. അപ്പോൾ നമുക്ക് അതിനും കൂടി ടോട്ടൽ 135, കാറ്, ഇൻഷുറൻസ് എല്ലാം കൂടി, ബോർഡർ കവറേജ് ഒക്കെ കൂടി 135 ആയിട്ട് 5 ദിവസത്തേക്ക്. അത് വലിയ ഒരു ഹൈ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് സ്റ്റേ എടുത്ത്, സ്റ്റേ ശരിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 2 മണിക്കാണ് ഇവിടെ ഉച്ചയ്ക്ക് എല്ലായിടത്തും, 2 to മോർണിംഗ് 11 o'clock വരെയാണ്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവരോട് പറഞ്ഞത്. ഞങ്ങളൊരു 7 മണി 8 മണി. അത് നല്ല വുഡ് ഹൗസ്, അടിപൊളി. എന്താ പറയുക, രാത്രി വന്നപ്പോൾ എനിക്ക് വല്ലതൊന്നും തോന്നിയില്ല, കാരണം ഫുള്ള് ഡാർക്കായതുകൊണ്ട് ഒന്നുമില്ല. ഒരു കാട്ടിലൂടെ പോണത്, സ്ട്രേഞ്ച്. അത് തന്നെ നല്ല ആൾക്കാരാണ്, പക്ഷെ നമുക്ക് ഒരു ഇത് തോന്നില്ല. നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ടൊരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ലല്ലോ, പെട്ടെന്നൊരു കാട്ടിലൂടെ എങ്ങനെ പോയിട്ട് നേരെ വുഡ് ഹൗസിൽ ചെന്നു. പിന്നെ അവിടെ അന്ന് സ്റ്റേ ചെയ്തു. പക്ഷേ രാവിലെ ആയി നോക്കിയപ്പോഴാണ് വാറ ബ്യൂട്ടിഫുൾ. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ തന്നെയാണ്. നല്ല അടിപൊളി ആംബിയൻസ്. ക്യാമ്പ് ഫയറൊക്കെ ഓല് വേണമെന്ന് വെച്ച് ഇന്നലെ ഫുൾ ടയർഡായതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നേരെ ഉറങ്ങുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ മുന്നിൽ തന്നെ നല്ലൊരു ലേക്ക്, അതിലൂടെ ബോട്ടൊക്കെ ഇങ്ങനെ പോകണം. അതിൻ്റെ അപ്പുറം ഹോഴ്സസ്, ഇപ്പുറം നല്ല ആടുകൾ, പിന്നെ ഷീപ്സ് കുറേ ഉണ്ടായിരുന്നു. അത് എത്ര ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കണ്ട് പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലായിരുന്നു. ആകെ ബ്രെഡും ന്യൂട്ടല്ലിയും കൂട്ടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തു, വേറെ ഒന്നുമില്ല. പിന്നെ വലിയ കോമഡി എന്താ വെച്ചാൽ ഞാൻ ചായ ഉണ്ടാക്കിയതാണ്, പക്ഷെ അത് മിൻറ്റാണ്. മിൻറ്റ് മാത്രമായി പോയി, ചായ അല്ലായിരുന്നു, മിൻറ്റ് മാത്രമായി പോയി. കോമഡി ആയിരുന്നു. ഞാൻ പിന്നെ ചായ കുടിക്കാറില്ല, ചായയും കോഫിയും കുടിക്കാൻ. പിന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കി, നല്ല കട്ടൻ കാപ്പി കുടിച്ചു. കട്ടൻ കാപ്പി ഗൈസ്, കട്ടൻ കാപ്പി നല്ല ന്യൂട്ടെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലിട്ടു, അത് കഴിച്ചു. അതുകൊണ്ട് വയറിപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. സൂര്യൻ നേരെ തലൻ്റെ മുകളിലാണ്. എൻ്റെ അമ്മ നല്ല ചൂടുണ്ട്. ഏതായാലും ഞാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഞാൻ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എടുത്തതാണ്. ഇനി പോകെ എല്ലാ വിശേഷങ്ങളും കാണാം. എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഇതിൽ എന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല ഇങ്ങനെ വ്ളോഗ്. ഇനി ചെയ്ത് നോക്കാമല്ലോ. എല്ലാ പരീക്ഷണമാണല്ലോ, നമുക്ക് നടക്കുമെന്നില്ലാതെ അറിയില്ലല്ലോ. എല്ലാം നോക്കുക. ഓക്കെ ഗൈസ്, സീ യു സൂൺ.